ഞാനും എൻ്റെ ബെസ്റ്റിയും കൂടെ നേരെ അമ്പലത്തിൽ പോവാണ് ഗൈസ്. അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരി മണികളായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ ഞാൻ നേരത്തെ ഒരു ദിവസം ഇതുപോലെ ഒരു കൃഷ്ണൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എടപ്പള്ളിയിൽ. അവിടെ പോവാനാണ് ഗൈസ് ഞങ്ങൾ ഈ ഇറങ്ങുന്നത്. അപ്പോൾ എവിടെയാണെന്ന് ഞാൻ കുറേ ആയി പോയിട്ട്, ഒരു വർഷത്തിൽ കൂടുതലായി. അപ്പോൾ എനിക്ക് സ്ഥലം കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എന്താണേലും നമുക്ക് ചോദിച്ച് പോവാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഇങ്ങനെ ഡ്രസ്സ് കൊള്ളാവും ഗൈസ്. കുറേ നാളായി ഈ ഡ്രസ്സ് ഇട്ടിട്ട്. തെളിയിക്കേണ്ടതാണ് ഇങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ച്, ഹെൽമെറ്റ് എവിടെ പോയാലും നമ്മൾ ഹെൽമെറ്റ് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും ഗൈസ്. അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. നമ്മൾ അപ്പുറത്തുള്ള ചേച്ചിക്ക് ടാറ്റയെ കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയി സത്യം പറഞ്ഞ എടപ്പള്ളി എത്തിയപ്പോൾ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങ് സത്യം പറയാൻ മറന്നുപോയി എന്ന് പറയാൻ മതി. ഗൂഗിൾ മാപ്പിൽ നോക്കി ഞങ്ങൾ ചെന്നെത്തിയതാണ് ഗൈസ്. നമ്മുടെ എവിടെയാണ്, അഞ്ചുമന അമ്പലത്തിലാണ് ഗൈസ് എത്തിയത്. എന്തായാലും ഈ അമ്പലത്തിൽ ഞാൻ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഇതുവഴി. പക്ഷേ ഇതുവരെ അമ്പലത്തിൽ കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടെ ഇതായിരിക്കും നമ്മൾക്ക് ദേവിയുടെ അടുത്ത് എത്താൻ വേണ്ടിയാണ് ഇന്ന് വിധിച്ചതെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ദേവിയുടെ അടുത്ത് കയറി. അങ്ങനെ ഞങ്ങൾ ദേവിയുടെ അടുത്ത് ചെന്ന്, നല്ലൊരു ഭംഗിയല്ലേ ഈ അമ്പലം കാണാൻ, എന്ത് രസമല്ലേ. അങ്ങനെ നമുക്ക് തൊഴാൻ പോകാം ഗൈസ്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 6:30 അടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ വഴി തെറ്റി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് ഗൈസ് ഇവിടെ എത്തിയത്. ഇനി നമുക്കിനി നേരെ പോയി അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കൗണ്ടർ തപ്പിയുള്ള നടപ്പാണ് ഗൈസ്. ഇവിടെ എവിടെയാണ് ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ കൗണ്ടറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇനി നമുക്ക് ആണെങ്കിൽ വഴിപാടും കാര്യങ്ങളൊക്കെ എഴുതി ഇനി നമുക്ക് അകത്ത് കയറാം. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു വലിയ അമ്പലം. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതിനകത്ത് കയറുന്നത്. അപ്പോൾ എങ്ങനെയാണ് എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ആദ്യം ഒരു തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തോട് കുറേ കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി ഓരോന്നായിട്ട് ലിസ്റ്റ് കൊടുക്കുന്ന പോലാണ് ഞാൻ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എന്താണെങ്കിലും എല്ലാം സാധിച്ചു തരുമെന്നൊക്കെ വിചാരിക്കുന്നു. കാരണം നാം പാതി ദൈവം പാതി എന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും പോയി ചുറ്റി കറങ്ങി ദൈവത്തെ പോയി കണ്ടു. ഞങ്ങൾ കറക്റ്റ് ദീപാരാധന സമയത്ത് എത്തിയോണ്ട് ദീപാരാധന എല്ലാം കൂടാൻ പറ്റി. അതൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം ഈ അഞ്ചുമല അമ്പലത്തിൽ വന്നവർക്കൊക്കെ അറിയാം ഇവിടെ ഒരു പ്രത്യേക രീതികളൊക്കെയാണ്. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. ഭയങ്കര ഇഷ്ടമായി. അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ദീപാരാധനയൊക്കെ കൂടി മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി ഗൈസ്. ഇത് മൊത്തം ഞാൻ ഇന്ന് ചൊല്ലി എന്നുള്ളതാണ് കേട്ടോ. കാരണം കുറച്ച് ടൈം ദീപാരാധന സമയത്ത് കുറച്ച് സമയം അമ്പലം അടച്ചിടുമല്ലോ. അതിന് ഞങ്ങളിതെല്ലാം ചൊല്ലി ദീപാരാധനയൊക്കെ കൂടി മനസ്സിൽ കുറേ ഭാരമൊക്കെ ഇറക്കി വെച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒത്തിരി സമാധാനം കിട്ടി അവിടെ ചെന്നപ്പോൾ. എനിക്കെല്ലാവരും ഈ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ കുറച്ച് സമയം പോയിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ മൈൻഡൊക്കെ കുറച്ചൊന്ന് ഫ്രീ ആകും. അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. കണ്ട് വലിയൊരു വാഴയിലൊക്കെയാണ് പ്രസാദമൊക്കെ തന്നത്. ഒരു പ്രത്യേക രസമല്ല. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് കുറച്ച് സമയം അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം സമാധാനമാണ് ഗൈസ്. അതൊക്കെ അനുഭവിച്ച് ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ ഒന്ന് കണ്ട് കേട്ട് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഞങ്ങൾ അമ്പലത്തിൽ നമ്മൾ ഇപ്പം പ്രാർത്ഥനയ്ക്കാൻ പോയെന്ന് പറഞ്ഞാലും കുറച്ച് സമയം നമ്മൾ ഇരുന്നിട്ടേ പോകാവൂ. പെട്ടെന്ന് ധൃതി വെച്ച് ഇറങ്ങരുത്. നമ്മൾ കുറച്ച് സമയം അവിടെ പ്രദക്ഷിണമൊക്കെ വെച്ച് പ്രസാദമൊക്കെ വാങ്ങി കുറച്ച് സമയം അവിടെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടേ പോകാവെന്ന് അമ്മ എന്നോട് എപ്പോഴും പറയും. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനിയിപ്പം നേരെ പുറത്തിറങ്ങി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിലോട്ട് പോകുമ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം വാങ്ങണം. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ അഞ്ചുമല അമ്പലം. കണ്ടോ, നല്ല രസമില്ലേ? പിൻവാതിലൊക്കെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ? ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ അകവും പുറമൊക്കെ. എന്താണെങ്കിലും ഒരു വല്ലാത്തൊരു എടുപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ നേരെ ഇനിയും തിരിച്ച് വീട്ടിലേക്ക് പോകണം. നല്ലൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ, എന്തോരം വണ്ടിയിലൂടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലേ. എന്താണെങ്കിലും അമ്പലങ്ങളൊക്കെ ആകുമ്പോൾ ഇത്രയും പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള എന്തുകൊണ്ട് നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളിനി നേരെ പോവുകയാണ്. ഇനിയിപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അത് ഇച്ചിരി ഉള്ളിലോട്ടാണ്. അത് എവിടെയാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ആയി പോയിട്ടുണ്ട്, ഞാൻ മറന്നുപോയത്.
എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനി എന്താണ് എവിടാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എടപ്പള്ളിയിൽ നിന്നും നമ്മുടെ പാലാരിവട്ടം വേണ്ട, എടപ്പള്ളിക്ക് കലൂരിൽ നടുക്കായിട്ടാണോ അതോ വയറ്റിലേക്കും എടപ്പള്ളിക്ക് നടുക്കാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇനി അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് മടങ്ങുകയാണ് ഗൈസ്. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇനി കുറേ ലിസ്റ്റ് അമ്മ വന്നിട്ടുണ്ട്. ഞങ്ങൾ പുറത്തെപ്പോൾ ഇറങ്ങിയാലും അമ്മ ഒരു ലിസ്റ്റ് തന്നു വിടും. അതൊക്കെ ഇനി വാങ്ങണം ഗൈസ്. അതിൻ്റെ കൂട്ടത്തിൽ മീനൊക്കെ ഉണ്ട്. അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയ പാടെ മീൻ വാങ്ങിക്കൊണ്ട് പോകണമല്ലോ എന്ന് ഓർത്തുള്ളൊരു വിഷമം മാത്രമുണ്ട് എനിക്ക്. എങ്കിലും പിന്നെ ഇനിയിപ്പം ഇത് വൈകിട്ട് വാങ്ങിക്കുവാന്നുണ്ട് നമുക്ക് നാളെ രാവിലെ അമ്മ കറി വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പം പിന്നെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പല്ലോ, അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വാങ്ങുവാണല്ലോ, കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ തന്നെ നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ എടപ്പള്ളിലെത്തിയപ്പോൾ ഈ 6 മണി 7 മണി ആ ഒരു ടൈമൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കുമല്ലോ. അയ്യോ, അങ്ങനെ ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി ഗൈസ്. ഇതാണ്ട് ഈ ഒരു 10-15 മിനിറ്റ് ഞങ്ങളവിടെ കടന്നു. അങ്ങനെ ഞങ്ങളിനി നേരെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ പോകുന്നതിൻ്റെ അവിടുന്ന് കുറച്ചേറെ സാധനങ്ങളായിരുന്നു. ഉള്ളി, സവോള, പിന്നെ എന്താ പറയുക, കുറേ ഐറ്റംസ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പാവം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ ചൂലൊക്കെ വാങ്ങാൻ വിചാരിച്ച് ചൂല് നോക്കിയപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചൂലിനെ ഉദ്ദേശിച്ചാണ് അവിടെ കയറിയത്. ചൂല് മെയിനായിട്ടും വേണമായിരുന്നു. കാരണം അമ്മ പ്രത്യേകം 2-3 തവണ ഞാൻ കടയിൽ പോയപ്പോഴൊക്കെ അമ്മ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി കേസ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അതെടുത്തു. പക്ഷെ അത് കംപ്ലൈൻ്റ് ഉള്ളതായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സവോള വാങ്ങി. പിന്നെ വീട്ടിലേക്ക് എന്താ പറയുക, നാളെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും പച്ചരിയും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇതാണ് ഗൈസ് ഞാൻ വാങ്ങി ചൂല്. പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആവുന്നതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു കൊണ്ടുപോകണ്ടാണ്. നല്ല മനസ്സുള്ള ചേട്ടൻ പറഞ്ഞത് കാര്യമായി. അല്ലേ പിന്നെ ഇനി നമുക്ക് തിരിച്ച് ചില സാധനങ്ങളൊന്നും നമുക്ക് കേടായാലും നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ചിലത് അങ്ങനെ ആണല്ലോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ ഇനി വേറെ ഷോപ്പിൽ പോയി വാങ്ങണം ഗൈസ്. അതുകൊണ്ടല്ലേ വണ്ടി എടുത്തിട്ട് വന്ന കാര്യമായി. അല്ലെങ്കിൽ പിന്നെ ഊബറുകാരൊന്നും എല്ലാ കടകളിലൊന്നും ഇങ്ങനെ നിർത്തൂലല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ലൊരു വീട് കണ്ടു ഗൈസ്, നല്ലൊരു സൂപ്പർ വീട്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു തട്ടുകട കണ്ടപ്പോൾ നമുക്കൊരു ചായ കുടിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ നല്ല കൊതുകുണ്ട് ഗൈസ്, അതാണ് അവിടെ കാണുന്നത്. പിന്നെ ഞങ്ങളൊരു ബോണ്ട, പിന്നെ എന്താ മുട്ട ബജി, പിന്നെന്തായിരുന്നു ഉള്ളിവടയല്ല പരിപ്പ് വട, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം തണുത്ത് പോയി, മഴയായതുകൊണ്ട് നല്ല തണുപ്പായി. പിന്നെ ഒരു സൈസിലെ മസാല ബോണ്ട ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര നല്ല ടേസ്റ്റി മസാല ബോണ്ട കഴിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഇനി മീൻ വാങ്ങാൻ പോവാണ് ഗൈസ്. ഭയങ്കര റേറ്റ് അല്ലേ മീൻ, ഇത്രയും റേറ്റ് ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ ഫ്രഷ് ആക്കി വാങ്ങി. ഇനിയിപ്പോൾ അമ്മ ചില സമയം അമ്മയ്ക്ക് മൂഡ് ശരിയില്ലെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തില്ല. പിന്നെ ഞാൻ നല്ല ക്ലീൻ ചെയ്ത് നല്ല സൂപ്പറാക്കി കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോയാൽ പോകുന്ന വഴിക്ക് കപ്പ കണ്ടപ്പോൾ കപ്പയും വാങ്ങി. കപ്പയ്ക്ക് എത്രയായിരുന്നു, 2 കിലോയ്ക്ക് 100 അങ്ങാണ്ട്. അങ്ങനെ കപ്പയും വാങ്ങി നേരെ ആ ചേട്ടൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പണി കുറച്ചായി, ഇനി കുറച്ച് പണി ഇനി വീട്ടിൽ ചെന്നിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ കൊഞ്ച് വാങ്ങി. കൊഞ്ചിന് ഞാൻ കുറേ നാളായി കൊഞ്ച് കഴിച്ചിട്ട്. അപ്പം അമ്മ നല്ല കറി വെച്ച് തരും. നല്ല എന്താ പറയുക, ഈ തേങ്ങയൊക്കെ അരച്ചൊരു കറി വെച്ചിട്ട്, അയ്യോ അത് ഭയങ്കര ടേസ്റ്റാണെന്നും പറയണ്ട. അപ്പോൾ അവർ വലിയ കൊഞ്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫ്രഷ് ആക്കി തരാമെന്ന് പറയും, ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വലിയ കൊഞ്ച് വാങ്ങി ഗൈസ്. 1 കിലോയോ 1/2 കിലോയും കണ്ടാണ് വാങ്ങിയത്. അത് നല്ല രീതിയിൽ ആ പുള്ളിക്കാരി തന്നെ അവിടെ ഇരുന്ന്, നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കില്ലേ, പുള്ളിക്കാരി 1/2 മണിക്കൂർ പോലും എടുത്തില്ല. അതിനിപ്പുറം അത് ചെയ്തു തന്നു. അയ്യോ ഞാൻ ആകെപ്പാടെ ഷോക്കായിപ്പോയി കേട്ടോ. ഞാൻ ഇത്രയും വലിയ കൊഞ്ചാണ് ഗൈസ് വാങ്ങിയത്. എന്താണേലും അതും വാങ്ങി ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അയ്യോ എത്രയിടത്ത് കയറിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഇവിടുത്തെ ഈ എന്താ പറയുക, ഈ പേരയ്ക്ക മാംഗോ ജ്യൂസ് സൂപ്പറാണ്, ഫ്രഷാണ്. അതും ഇന്നലെ മിനിഞ്ഞാന്നത്തെ ഒന്നുമല്ല, അന്നന്നുണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ, ഫ്രഷാണ്. ഞാൻ ഒരു ദിവസം ഇത് കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ രണ്ടാമത് വാങ്ങിയതാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ഇതുവഴി നമ്മുടെ ചെമ്പുമുക്കാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ അതുവഴി പോകുമ്പോൾ ഞാൻ വാങ്ങാറുണ്ട്. വണ്ടിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ വാങ്ങാറുണ്ട്. ഊബറിനൊക്കെയാണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ലല്ലോ. നമ്മൾ വണ്ടി എടുത്തിട്ട് പോകാമെന്നുണ്ടെങ്കിൽ വാങ്ങാറുണ്ട്. പിന്നെ അവിടുന്ന്
ഞാനൊരു സൈസിലെ മീനൂടെ വാങ്ങി ഗൈസ്. ഇത് ചൂര മീൻ, 1/2 കിലോ ചൂരയും കൂടെ വാങ്ങി. ഇനി ഒരു സെറ്റ് വറക്കുകയോ അല്ലെങ്കിൽ കറി വെക്കുകയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് നാളെ പെട്ടെന്ന് തന്നെ തീരുമല്ലോ സാധനം. വീട്ടിലെന്ത് മീനായതുകൊണ്ട് പിന്നെ വേസ്റ്റ് ആവും എന്നുള്ള പേടിയേ വേണ്ട, പെട്ടെന്ന് തന്നെ സാധനം തീർന്നോളും. അങ്ങനെ ആ ചേട്ടൻ നല്ല രീതിയിൽ കറി പീസായിട്ട് നന്നായിട്ട് വെട്ടി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി നമ്മൾ കറി വെച്ചാൽ മാത്രം മതി. പിന്നെ മീൻ വെക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കുറവുണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ വാങ്ങി. എൻ്റെ ദൈവമേ, ഇനി വെക്കാൻ സ്ഥലമില്ല, അതുപോലെ ആയിരുന്നു. ഇതൊന്നും വാങ്ങിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ അമ്മയുടെ മോഹത്തെ ഇങ്ങനെ കടന്നിൽ കുത്തിയ പോലെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ ക്ഷമാപൂർവ്വം വേണ്ട സാധനങ്ങളെല്ലാം ഒരു 10 കടയിൽ കയറിയെങ്കിലും എല്ലാം വാങ്ങി പറക്കിയാണ് ഗൈസ് പോകുന്നത്. ഇനി എവിടെ നിർത്താൻ പറഞ്ഞാൽ ഇവിടെ സദ്യക്ക് വിളിക്കും. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, സീ യു.